സംസ്ഥാന ബജറ്റിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ 20 പദ്ധതികൾക്ക് മുൻഗണന. മണ്ഡലത്തിൽ നേരത്തെ അനുവദിച്ച പദ്ധതികൾ തുടരും. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇ സ്പോർട്സ് സംവിധാനം ഒരുക്കൽ 10 കോടി എന്നീ പദ്ധതികളും ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. ചെറ്റക്കണ്ടി തെക്കുംമുറി വിളക്കോട്ടൂർ റോഡ് നവീകരണം 2 കോടി രൂപ, മൊകേരി കൺവെൻഷൻ സെന്റർ നിർമ്മാണം 2ാം ഘട്ടം 1 കോടി, പള്ളിക്കുനി കക്യപ്രത്ത് പടന്നക്കര റോഡ് നവീകരണം 2 കോടി, കൂത്തുപറമ്പ് നഗരസഭയെ പാട്യം പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന പത്തലായി കുഞ്ഞിക്കണ്ണൻ റോഡ് നവീകരണം 2 കോടി, നാമത്തുപള്ളി അക്കാനിശ്ശേരി മാക്കൂൽപീടിക റോഡ് 1 കോടി, കൂത്തുപറമ്പ് മണ്ഡലത്തിൽ സമ്പൂർണ്ണ തെരുവ് വിളക്ക് സ്ഥാപിക്കൽ, സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ ലൈൻ വലിക്കൽ 2 കോടി എന്നീ പ്രവൃത്തികൾക്കാണ് മുൻഗണന ലഭിച്ചത്. കൂത്തുപറമ്പ് അത്യാധുനിക ബസ് ടെർമിനൽ നിർമ്മാണത്തിന് 100 കോടി, കൂത്തുപറമ്പ് മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും കളിക്കളങ്ങൾ നിർമ്മിക്കുന്നതിന് 100 കോടി, നിർദ്ദിഷ്ട പാനൂർ താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണം അധിക തുകയായി 20 കോടി, പെരിങ്ങത്തൂർ ഉണ്ണിയങ്കടവ് കിടഞ്ഞി തുരുത്തിമുക്ക് റോഡ് 10 കോടി, പാട്യം പഞ്ചായത്തിൽ സ്പോർട്സ് അക്കാദമി 2ാം ഘട്ടത്തിന് 5 കോടി, നരിക്കോടുമല വാഴമല ടൂറിസം പദ്ധതി 20 കോടി, കൂത്തുപറമ്പ് മണ്ഡലത്തിലെ കുടുംബശ്രീ CDSകൾക്ക് ആസ്ഥാന മന്ദിരങ്ങൾ നിർമ്മിക്കുന്നതിന് 5 കോടി, കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും നവീകരണത്തിനും 10 കോടി, പെരിങ്ങത്തൂർ 4 തെങ്ങ് പുളിയനമ്പ്ര കിടഞ്ഞി തീരദേശ റോഡിന് 10 കോടി, ചെറുവാഞ്ചേരി പാട്യം ഗോപാലൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് 15 കോടി, കോട്ടയം മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിലവിലുള്ള കെട്ടിടത്തിന് അടിസ്ഥാന സൗകര്യം ഒരുക്കലും പുതിയ ബ്ലോക്ക് നിർമ്മാണത്തിനും 15 കോടി, കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണം 2ാം ഘട്ടത്തിന് 15 കോടി, കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ വ്യവസായ പാർക്ക് സ്ഥാപിക്കലും സ്റ്റേഡിയം നിർമ്മാണത്തിനും 10 കോടി, കൂത്തുപറമ്പ് മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇ സ്പോർട്സ് സംവിധാനം ഒരുക്കുന്നതിന് 10 കോടി എന്നീ പദ്ധതികളും PK പ്രവീൺ MLA യുടെ നിർദ്ദേശപ്രകാരം ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.